സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പള്ളിയിൽ വന്ന് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന വീഡിയോ വൈറലാകുന്നു. മുസ്ലിമീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം. ഒരു ദിവസം 5 വക്ത് നമസ്കാരം നിർബന്ധ ബാധ്യതയാണ്. അതൊരു അവസരത്തിലും ഉപേക്ഷ വരുത്താൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. രോഗിയാണെങ്കിൽ അവന് കഴിയുന്ന രൂപത്തിൽ അത് പൂർത്തീകരിക്കണം. നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കണം. ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർ കിടന്നും, അതിനും കഴിയാത്തവർ ആംഗ്യഭാഷയിൽ നമസ്കരിക്കണം. അത് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നമസ്കാരം ഈമാനുള്ളവർ കൃത്യമായി പൂർത്തീകരിക്കും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള മുഅ്മിനീങ്ങളാണ് വിജയം പ്രാപിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വർഗീയതയും വംശവെറിയും കുത്തിവെക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ബിഷപ്പിന്റെ പ്രവൃത്തി വർഗീയ കോമരങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ്. യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് അംഗീകരിക്കുന്നവരാണ്. അവരുടെ ഇഞ്ചീലിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർ കൈകടത്തലുകൾക്ക് വിധേയമാക്കി ആ ഗ്രന്ഥത്തെ വികലമാക്കുകയുണ്ടായി. ഇന്നവർ അവരുടെ ആശയങ്ങളും അവരുടെ ദുനിയാവിന്റെ ലക്ഷ്യങ്ങളും അതിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ലോകത്തുള്ള ക്രൈസ്തവ മതപുരോഹിതന്മാർ, അവരിൽ പലർക്കും സത്യമറിയാം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. അതോടുകൂടി ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇസ്ലാമിൽ പരിപൂർണമായി വിശ്വസിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കണം. ഇത് അവർക്ക് അറിയാം. പക്ഷെ അവർ ദുനിയാവിന്റെ ചില്ലറ തൊട്ടുകൾക്ക് വേണ്ടി, ലാഭങ്ങൾക്ക് വേണ്ടി സത്യം മറച്ചുവെക്കുന്നു. വയക്തുമൂനൽ ഹഖ്, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞതുപോലെ സത്യം അവർ മൂടിവെക്കുകയാണ്, മറച്ചുവെക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഹ്ദിലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.